തൃശൂർ പൂരത്തിൽ ഇത്തവണ വെടിക്കെട്ട് ഒഴിവാക്കിയതും കുടമാറ്റം പരിമിതപ്പെടുത്തിയതും ഹോട്ടൽ മേഖലയെ കാര്യമായി തന്നെ ബാധിച്ചു. പൂരനഗരിക്ക് ചുറ്റുമുള്ള ഹോട്ടലുകളിൽ നിരവധി ബുക്കിംഗാണ് ക്യാൻസലായത്. സിബി ജോസഫ് തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക്. തൃശൂർ പൂരത്തിന്റെ ഏറ്റവും പകിട്ടാർന്ന ഒന്നാണ് വെടിക്കെട്ട്. ഇത്തവണ വെടിക്കെട്ട് ഇല്ലാതോടൊപ്പം തന്നെ കുടമാറ്റം പരിമിതപ്പെടുത്തിയിട്ടുണ്ട്. അത് തൃശൂർ നഗരത്തിലെ ഹോട്ടൽ മേഖലയെ കാര്യമായി ബാധിച്ചിട്ടുണ്ട്. നിരവധി ബുക്കിംഗുകൾ ക്യാൻസൽ ചെയ്തു എന്നൊക്കെയാണ് നമുക്കറിയുന്നത്. ഞാനിപ്പോൾ നിൽക്കുന്നത് വൃന്ദാവൻ ഇൻ എന്ന ഹോട്ടലിന്റെ മുന്നിലാണ്. ഇവിടെ നമുക്കറിയാം, ഇതുപോലെ എല്ലാ ഹോട്ടലുകളിലും പൂരാശംസകളുമായി നിരവധി ബോർഡുകൾ വെക്കുകയും അവർക്ക് ഈ ഒരു സമയം എന്ന് പറയുന്നത് ഈ ഒരു വലിയ നല്ല സീസൺ കൂടിയാണ്. ഈ സീസൺ ഇത്തവണ അവർക്ക് നഷ്ടപ്പെട്ടു എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്തായാലും നമുക്ക് അവരോട് തന്നെ ഈ പ്രതികരണങ്ങൾ നമുക്ക് ചോദിക്കാം. സാധാരണ ഈ സമയത്തൊക്കെ വലിയ ബുക്കിംഗ് ഉണ്ടാവാറില്ല. ഈ സമയത്ത് അങ്ങനെയാണ് ഈ സമയം? സാധാരണ തൃശ്ശൂർ പൂരങ്ങൾക്ക് എല്ലാ വർഷവും റൂമുകളും അതുപോലെ റെസ്റ്റോറൻറ്റിലേക്കൊക്കെ ബുക്കിംഗ് ഉണ്ടാവാറുണ്ട്. പ്രാവശ്യം ബുക്കിംഗ് ഉണ്ടായിരുന്നു, പക്ഷേ വെടിക്കെട്ട് അപകടത്തിനെ തുടർന്ന് ബുക്കിങ്ങുകൾ കുറേ ക്യാൻസലേഷൻ വന്നിട്ടുണ്ട്. അതുപോലെ തിരക്കും കുറവാണ്. പ്രാവശ്യം പൂരത്തിൽ തിരക്ക് കുറവുണ്ട്. ഈ ഹോട്ടൽ മേഖലയെ കാര്യമായി ബാധിച്ചിട്ടുണ്ട്. ഗ്യാസിന്റെ പ്രതിസന്ധിയും മറ്റു പ്രതിസന്ധികളൊക്കെ കടന്നു വന്ന് ഇപ്പോൾ ഒരു പൂരം നമ്മൾ വിചാരിച്ച അത്ര തിരക്കുണ്ടാവുന്നില്ല. കാരണം പൂരം നന്നായി ബാധിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ വെടിക്കെട്ടില്ലാത്തതുകൊണ്ട് എന്തെങ്കിലും ബുക്കിംഗ് ക്യാൻസൽ ആവുന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ടോ? ഞങ്ങൾക്ക് കുറവാണ് ഇപ്പോൾ ബുക്കിംഗ് ഉണ്ടായിരുന്നു, പിന്നെ ക്യാൻസലേഷൻ വന്നു. പിന്നെ ചെറിയ രീതിയിലും പൂരം നടത്തുന്ന കാരണം കൊണ്ട് അഡ്വാൻസ് തന്നവരൊക്കെ വന്നിട്ടുണ്ട്. കുറവാണ് മൊത്തത്തില്. പുറത്തുനിന്ന് വരുന്ന ആൾക്കാർ വളരെ കുറവായിട്ടാണ്. അത് കാരണം ബുക്കിംഗ് ഒക്കെ വളരെ കുറവായിരിക്കും. ഈ കൂടുതലും വെടിക്കെട്ട് കാണാൻ വേണ്ടിയാണ് ആൾക്കാർ റൂം ബുക്ക് ചെയ്യുന്നത്. തീർച്ചയായും. അപ്പൊ ആ കുടമാറ്റം കാണുക, അത് കഴിഞ്ഞാൽ വെടിക്കെട്ടൊക്കെ കണ്ടിട്ട് ആൾക്കാർ തിരിച്ചു പോവുക. അപ്പോൾ അത് ഇല്ലാന്ന് മുൻകൂട്ടി അവർക്ക് അറിഞ്ഞപ്പോൾ അവരതിൽ നിന്ന് പിന്മാറിയിരിക്കും. സാധാരണ ദിവസം നല്ല തിരക്കുണ്ടാകും, പക്ഷേ ഈ കൊല്ലം നമുക്ക് പൂരം ഇത് വെടിക്കെട്ടില്ലതുകൊണ്ട് വളരെ മോശമായിട്ടുണ്ട്. നമുക്ക് പിന്നെ ഈ ചൂടുകൊണ്ട് ആരെയും വരണ താല്പര്യമില്ല ചില ആൾക്കാർക്ക്. വെടിക്കെട്ട് കാണാൻ വേണ്ടി മാത്രമായിട്ട് അകലം തിരുവനന്തപുരത്ത് ബുക്ക് ചെയ്തിട്ടുള്ള ആൾക്കാർ കുറച്ച് പേരൊക്കെ ക്യാൻസലാക്കിയിട്ടുണ്ട്. സാധാരണ എങ്ങനെയാണ് വെടിക്കെട്ട് ഈ ദിവസങ്ങളൊക്കെ പോകുന്ന ദിവസങ്ങളൊക്കെ ശരിക്കും ഹോട്ടലൊക്കെ മുഴുവൻ നിറയുന്ന ഒരു സാഹചര്യം ഉണ്ടല്ലോ, ആളുകൾ ഉണ്ടാവാറുണ്ട്. അങ്ങനെയാണ് പതിവ്. പൂരം നഗരി വലിയ ആവേശത്തിലാണ്. എന്നാൽ വെടിക്കെട്ട് ഇല്ലാത്തതിനാൽ ഹോട്ടൽ മേഖലയിൽ പല ബുക്കിങ്ങും ക്യാൻസൽ ആക്കി എന്നുള്ളതാണ് അവർ പറയുന്നത്. ക്യാമറമാൻ PL മനോജിനൊപ്പം സിബി ജോസഫ്, മീഡിയ 1 തൃശൂർ.